എക്സാം നമ്മളുടെ മുമ്പിലെത്തി. ഒരുപാട് കുട്ടികൾ ഇപ്പോഴും ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയിരിക്കുകയാണെന്നറിയാം. അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളും നിങ്ങളുടെ മുമ്പിലുണ്ടാവും. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഓണം എക്സാമിന് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 3 സത്യങ്ങളെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. ഉറപ്പായിട്ടും നിർബന്ധമായിട്ടും നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ കെയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം. കാരണം നിങ്ങൾ ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പഠിക്കാനാണെങ്കിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അത് പഠിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾ വരുത്തുന്ന കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. ആ മിസ്റ്റേക്സ് ആണ് ഈ ഒരു സത്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്കിനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഒരുപാട് കുട്ടികൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എന്ത് ചെയ്യും, ടെക്സ്റ്റ് ബുക്ക് ഒന്നും വായിക്കില്ല. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രം പഠിച്ചു പോകും. അഥവാ എക്സാമിന് ചോദിക്കാൻ സാധ്യതയായിട്ടുള്ള ചോദ്യങ്ങൾ മാത്രം എന്ത് ചെയ്യും, ചെയ്ത് പോകും എന്നല്ലാതെ ടെക്സ്റ്റ് ബുക്ക് വായിക്കാതിരിക്കുക എന്ന് പറയുന്നത് ചെയ്യുന്ന ഒരു വലിയ മണ്ടത്തരാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കണം. പക്ഷേ അതിന് മുമ്പ് നിങ്ങൾക്കറിയാം, നമ്മുടെ എവിടെ നിന്നാണ്, നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എവിടെ നിന്നാണ് കൃത്യമായിട്ട് ചോദ്യങ്ങൾ വരിക എന്നുള്ളത് നമുക്കറിയില്ല. അപ്പം സ്വാഭാവികമായിട്ടും ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, മാക്സിമം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുക. കാരണം എവിടെ നിന്നും ചോദ്യങ്ങൾ ചോദിക്കാം. കാരണം ഇനിയുള്ള എക്സാമുകൾ ഉറപ്പായിട്ടും ആ ഒരു രീതിയിൽ തന്നെയാണ് വരിക. സോ വെറുതെ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയാതെ വരും. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെ വരണം എന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷേ നിങ്ങൾ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൽ നിന്നും ചോദ്യങ്ങൾ വരുന്ന കാര്യങ്ങളും നമുക്ക് എങ്ങനെയാണ് ചെയ്യുക അല്ലേ, എങ്ങനെയാണ് നമുക്ക് എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്ക് ബേസ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചിട്ട് പോകുക എന്നതാണ് മിസ്സിന് ഒന്നാമത്തെ പറയാനുള്ളത്. സോ നിങ്ങളുടെ വേദപുസ്തകം അല്ലെങ്കിൽ ഏറ്റവും മെയിനായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. ഓക്കെ. ആൻഡ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മെയിനായിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് ദിവസമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഒരുപാട് കുട്ടികൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ മാത്രം പഠിച്ചു പോവുക. അല്ലെങ്കിൽ ടെക്സ്റ്റ് നിങ്ങൾക്കും ഒരു ചാപ്റ്റർ ഉണ്ടെങ്കിൽ ആ ചാപ്റ്ററിലെ എല്ലാ കോൺസെപ്റ്റുകളും പഠിക്കാതെ കുറച്ച് കോൺസെപ്റ്റ് മാത്രം പഠിച്ചിട്ട് ബാക്കിയുള്ളത് സ്കിപ്പ് ചെയ്ത് പോകുക എന്നുള്ളൊരു കാര്യം. അപ്പോൾ അടുത്ത ഒരു സത്യം നിങ്ങൾ അറിയേണ്ടത്, അങ്ങനെ ഒരിക്കലും എൻ്റെ കുട്ടികൾ ചെയ്യരുത്. അപ്പോൾ നമുക്ക് അല്ലേ, നമ്മുടെ മുമ്പിൽ അത്യാവശ്യം സമയമുണ്ട്. നിങ്ങൾക്ക് എന്തായാലും നല്ല കോൺസെപ്റ്റ് ക്ലാരിറ്റിയോടുകൂടെ പഠിക്കാനുള്ള അവസരമുണ്ട്. അതിന് നിങ്ങൾക്കൊരു നല്ല ക്ലാസ് കണ്ടാൽ മതി. അപ്പോൾ ആ ഒരു ക്ലാസ് കണ്ട് അതിൻ്റെ നോട്ട്സ് നോക്കി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലാരിറ്റി കിട്ടും. സോ ഉറപ്പായിട്ടും നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഓരോ ചാപ്റ്റേഴ്സും ഓരോ ടോപ്പിക്കുകൾ പഠിക്കണം. വളരെ കോൺസെപ്റ്റ് ക്ലാരിറ്റിയോട് കൂടെ തന്നെ പഠിച്ചിട്ട് പോകണം. കാണാപ്പാഠം പഠിക്കുക, അതേപോലെ തന്നെ അല്ലെ ഒരു 50% മനസ്സിലാക്കിയിട്ട് മുമ്പോട്ടേക്ക് വെറുതെ പോവുക. അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എക്സാമിന് വരുമ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും ഓർമ്മയില്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. സോ ഒരിക്കലും കോൺസെപ്റ്റ് ക്ലാരിറ്റിയിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, വിട്ടുവീഴ്ച വരുത്തരുത്. ഓക്കെ. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ലാസ്റ്റ് മിനിറ്റിലേക്ക് ബാക്കി വയ്ക്കുക. ഇപ്പോഴും ഒരുപാട് കുട്ടികൾ നമ്മുടെ മാരത്തോൺ വരട്ടെ, മാരത്തോണിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം, അത് പഠിച്ചിട്ട് പോകാം അല്ലെ, തലേ ദിവസം പഠിക്കാം എന്ന് പറഞ്ഞ് മാറ്റി വെച്ച് പോകുന്ന മക്കളാണെങ്കിൽ ഇപ്രാവശ്യം മക്കളെ അത് നടക്കില്ല, നിങ്ങൾ തോറ്റുപോകും. ഓക്കെ. ഇപ്പം ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കുക എന്ന് പറയുന്നത്, ചിലപ്പോൾ നമ്മൾ മാരത്തോണിൽ പറയുന്ന ചോദ്യങ്ങൾ തന്നെയായിരിക്കും എക്സാമിന് വരുന്നുണ്ടാവുക. പക്ഷെ നോക്കിക്കോ, എക്സാം ഹോളിൽ നിങ്ങൾ ആദ്യമായിട്ട് ആ ക്വസ്റ്റ്യൻ അപ്പോഴാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോൺസെപ്റ്റ് ഒന്നും അറിയില്ല, ലാസ്റ്റ് മിനിറ്റാണ് പഠിക്കുന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് അത് ഓർമ്മയിൽ നിൽക്കില്ല, നിങ്ങൾക്ക് വൃത്തിക്ക് എഴുതാൻ പറ്റില്ല, നിങ്ങൾ എന്തായാലും മറന്നുപോകും. അപ്പം അതുകൊണ്ട് ആ ഒരു റഷിലേക്ക് നിങ്ങൾ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനിയും നമ്മളുടെ മുമ്പിൽ 20 തൊട്ട് 28 ദിവസങ്ങളോളം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു മാർക്കിലേക്ക് എത്താം. ഇത് സ്വന്തം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണ് നിങ്ങൾക്ക്, അല്ലെ ഇതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ വളരെ ടൈം നിങ്ങൾക്ക് എടുക്കും. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ ഉറപ്പായിട്ട് എക്സാമിനർ ഫാമിലി ഉണ്ട്, എക്സാമിനറിൻ്റെ ബാച്ചുകളുണ്ട്, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ലൈവ് ക്ലാസ്സുകൾ തരുന്നുണ്ട്, അതിൻ്റെ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് സ്പീഡിലിട്ട് കണ്ട് നിങ്ങൾക്ക് വേഗം ചാപ്റ്റേഴ്സ് തീർക്കാൻ പറ്റും. അതിൻ്റെ നോട്ടുകൾ പോലും നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല, അതും നിങ്ങൾക്ക് തരുന്നുണ്ട്. ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നിങ്ങൾക്ക് വർക്ക്ഷീറ്റിൽ തരുന്നുണ്ട്. ഇതെല്ലാം നോക്കി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേഗം ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് പഠിക്കാൻ ഇപ്പോഴും നിങ്ങൾക്ക് സമയമുണ്ട്. സോ ജോയിൻ ചെയ്യാൻ വേണ്ടി ഇതേ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്ത് നിങ്ങളുടെ അഡ്മിഷൻസ് ഉറപ്പാക്കുക. അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങുക. ഈ ഒരു ഓണം എക്സാമിന് നമുക്ക് ഒരുമിച്ച് ഏറ്റവും നല്ലൊരു സ്കോറിലേക്ക് എത്താം. ഓക്കെ മക്കളെ, താങ്ക് യു.